സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് മനുഷ്യർ മുഴുവൻ നിൽക്കും. ആ സമയത്ത് ചില ആളുകൾ അവരുടെ കയ്യിൽ വലിയ അമലുകൾ, വലിയ കർമ്മങ്ങൾ കാണും. അല്ലാഹു തആല അവരോട് പറയും, ഞാൻ രോഗിയായി കിടന്നു, നീ എന്നെ സന്ദർശിച്ചില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ പരിഗണിക്കുകയില്ല. ഞാൻ കഴിക്കാൻ ആഹാരമില്ലാതെ ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ, ബുദ്ധിമുട്ടിൽ കടത്തിൽ കഴിഞ്ഞുകൂടി, അന്ന് നീ എന്നെ സഹായിച്ചില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ സഹായം നിനക്കില്ല. ആ സമയത്ത് മനുഷ്യൻ ചോദിക്കും, യാ റബ്ബി കൈഫ ഉദ്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ. അല്ലാഹുവേ, നീ സർവ്വലോകത്തിന്റെയും സൃഷ്ടാവും രക്ഷിതാവും സംരക്ഷകനുമാണ്, നിനക്കെങ്ങനെ ഞങ്ങൾ ഭക്ഷണം തരാൻ? നീ എങ്ങനെ രോഗിയാകാൻ? നിന്നെ ഞങ്ങൾ എങ്ങനെ സന്ദർശിക്കാൻ? ആ സമയത്ത് അല്ലാഹു തആല പറയും, ഇസ്തതഅമ അബ്ദി ഫുലാൻ, എന്റെ ഇന്ന ദാസൻ പട്ടിണിയിലായിരുന്നു, നീ അവന് ആഹാരം നൽകിയിരുന്നെങ്കിൽ, അവന് നീ ആവശ്യമായത് നൽകിയിരുന്നെങ്കിൽ, ഞാൻ അതിന് കൂലി തരുമെന്നല്ല അല്ലാഹു പറഞ്ഞത്. സാധുവായ ഒരു മനുഷ്യന് ആഹാരം നൽകി, അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി നൽകിയാൽ പരലോകത്ത് കൂലി നൽകണമെന്നല്ല പറഞ്ഞത്. നീ നൽകിയിരുന്നെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഒരു സാധുവിന്റെ വിശപ്പ് മാറ്റാൻ നിന്നെ കൊണ്ട് സാധിച്ചിരുന്നു എങ്കിൽ, വിശപ്പ് മാറ്റുന്ന സന്ദർഭത്തിൽ നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിക്കുമായിരുന്നു എന്ന് പടച്ച റബ്ബായ അല്ലാഹു തആല പരലോകത്ത് നമ്മളോട് പറയുമെങ്കിൽ, ഒരു സാധുവിനെ സഹായിക്കുന്നതിന്റെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ മഹത്വം എന്താണ്? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഈ ലോകത്ത് ഈമാനോടുകൂടി അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ, അടിമകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ആര് ജീവിച്ചോ അവൻ പരലോകത്ത് വിജയിക്കും. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ആര് മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നോ അത് മാത്രമായിരിക്കും നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങൾക്ക് ശേഷിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും. ഭൂമിയിൽ വെച്ച് നിങ്ങൾ ആർക്കെങ്കിലും നന്മകൾ, ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ശേഷിക്കും.